പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അത് ഒരുപാട് കാലം സർക്കാർ പൂഴ്ത്തിവെച്ചു. ഒടുവിൽ ഒരുപാട് ആളുകളുടെ നിയമ പോരാട്ടം തന്നെ, അതായത് വിവരാവകാശ കമ്മീഷനിൽ നേരിട്ട് പോയിട്ടുള്ള നിയമ നടപടികളിലൂടെ അത് പുറത്തു വിടണമെന്ന് കമ്മീഷൻ പറഞ്ഞു. പക്ഷേ അത് ചില വ്യക്തിപരമായ ചില കാര്യങ്ങൾ പുറത്തു വിടരുത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മറ പിടിച്ചുകൊണ്ട് സർക്കാർ ചില പ്രധാനപ്പെട്ട പേജുകളെല്ലാം വെട്ടിമാറ്റിക്കളഞ്ഞു. അത് ഈ വിവരാവകാശ കമ്മീഷൻ്റെ ഈ വാദം, ചില പേജുകൾ പുറത്തു വിടരുത് എന്ന വാദത്തെ മറയാക്കിക്കൊണ്ടാണ്. ഇപ്പോൾ അതിനെതിരെയും ഹർജി പോയി. അതിനെതിരെ രൂക്ഷമായ വിമർശനം സർക്കാരിന് നേരിടേണ്ടി വന്നു. ഈ പേജുകൾ, അതായത് ഞാൻ ഈ അടയാളപ്പെടുത്തി കൊടുത്തിരുന്നു വിവരാവകാശ കമ്മീഷൻ ഇത്തരം പേജുകളെ പുറത്തു വിടാതിരിക്കേണ്ടതുള്ളൂ എന്ന്. അത് മാത്രമല്ല വെട്ടിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഹർജി പോയപ്പോൾ അതിനെതിരെ രൂക്ഷ വിമർശനം വന്നു. അത് ആ കേസിൽ ഈ കഴിഞ്ഞ ദിവസം വിധി വരേണ്ടതായിരുന്നു. പക്ഷെ അന്ന് 11 മണിക്ക് വിധി വരും എന്ന് പറഞ്ഞിടത്ത് പെട്ടെന്ന് വിവരാവകാശ കമ്മീഷണർ അതുപോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും എല്ലാം പറഞ്ഞത് ഒരു തടസ്സ ഹർജി കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പരാതിക്കാരനെ കൂടെ കേട്ടിട്ട് മാത്രമേ വിധി പറയാൻ പറ്റുള്ളൂ. ഈ പരാതിക്കാരൻ്റെ പേര് പുറത്ത് പറയാൻ പറ്റില്ല, അത് അയാളുടെ സ്വകാര്യതയെ ബാധിക്കും എന്നാണ് പറഞ്ഞത്. അതൊക്കെ അങ്ങനെ വിട്ടു. പക്ഷേ ഇന്ന് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ എന്തൊക്കെയോ ചില കളികൾ നടന്നിരിക്കുന്നു. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ചില നീക്കങ്ങൾ നടന്നിരിക്കുന്നു. അത് പുറത്ത് വരാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ അതൊരു അട്ടിമറിക്കപ്പെടുമോ? എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്ന മാഷിൻ്റെ അഭിപ്രായത്തിൽ? അല്ല, സർക്കാർ അത് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, സർക്കാരിന് വിവരാവകാശ കമ്മീഷനിൽ എന്തെങ്കിലും സ്വാധീനമുണ്ടെങ്കിൽ അതൊരു കാരണവശാലും പുറത്തു വരില്ല. കാരണം എല്ലാ പ്രക്രിയകളും ഇപ്പോൾ നമ്മളുടെ മുന്നിൽ നടക്കുന്നത് അധികാരമായി കൂടിക്കുഴഞ്ഞാണ് നടക്കുന്നത്. ഈ വിവരാവകാശ കമ്മീഷൻ ആരാണ് തീരുമാനിക്കുന്നവരെ? സർക്കാർ തീരുമാനിക്കുന്നു. സർക്കാർ തീരുമാനിക്കുന്ന ആൾ വിവരാവകാശ കമ്മീഷനായിട്ട് വരികയാണ് ചെയ്യുന്നത്. സർക്കാർ തീരുമാനിക്കുന്ന ആൾ തന്നെയാണ് ഹേമ കമ്മിറ്റിയുടെ ജഡ്ജസായിട്ടും വന്നത്. എല്ലാ മേഖലയും സർക്കാർ തീരുമാനിക്കും. അപ്പോൾ സർക്കാരിനെ വല്ലാത്ത തരത്തിൽ കുഴപ്പത്തിലാക്കുന്ന റിപ്പോർട്ടുകളാണ് എന്ന തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ, ആ റിപ്പോർട്ടുകൾ പുറത്തു വരണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചാൽ സ്വാഭാവികമായിട്ടും ആ റിപ്പോർട്ടുകളൊന്നും പുറത്തു വരില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു ചോദിച്ചാൽ, നമ്മളുടെ ഈ മേഖല മൊത്തം മലീമസമാണ്. കാരണം അതിൻ്റെ അകത്ത് നമ്മൾ ചോദിക്കുന്നത്, സാധാരണക്കാരെന്ന നിലക്ക് നമ്മൾ ചോദിക്കുന്നത് എന്താണ്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞാൽ എന്താ കുഴപ്പം? സ്വകാര്യത ബാധിക്കട്ടെ, ഇവരുടെ സ്വകാര്യത ബാധിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ കമ്മീഷൻ രൂപപ്പെടുത്തിയ സമയത്ത് അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കോഡ് ഉണ്ടല്ലോ, ഒരു പ്രവർത്തനത്തിന് ഒരു എന്താണ്, അതിനൊരു ചട്ടക്കൂടുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. അതിൽ ഈ വ്യക്തികളുടെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പുറത്ത് പറയില്ല, നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഹേമ കമ്മീഷൻ ആ റിപ്പോർട്ട് എഴുതിയെങ്കിൽ, അല്ലെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയതെങ്കിൽ പുറത്തു വിടാൻ പാടില്ല. കാരണം അത് അവരുടെ അന്ന് അവർ കൊടുത്തിരുന്നതായിട്ടുള്ള ഉറപ്പിനെ ലംഘിക്കുന്നതായി മാറിത്തീരും. അല്ലെങ്കിൽ ഇത് പുറത്ത് വിടേണ്ടതാണ്. പക്ഷെ അപ്പോൾ എനിക്കറിയില്ല എന്താണ് അന്നത്തെ അങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കണ്ടക്ട് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നെന്ന് നമുക്കറിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത് പുറത്തു വിടുന്നത് ശരിയല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഭാഗ്യലക്ഷ്മി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതായത് ഞങ്ങൾ പുറത്ത് പറയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ചില മൊഴികൾ കൊടുത്തത്. പക്ഷെ അതിപ്പോൾ പുറത്ത് വരുന്ന സ്ഥിതിയാണുള്ളത്, വേട്ടയാടപ്പെടുന്നുണ്ട്, അത് പുറത്ത് വിടരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതിയെ അടക്കം സമീപിച്ചിട്ടുള്ളത്. അപ്പം ചില കാര്യങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ നമുക്കറിയില്ല. എങ്കിൽ പോലും ഞാൻ മാഷ് പറഞ്ഞതിനോട് പറഞ്ഞു നിൽക്കുകയാണെങ്കിൽ, ഇത്രയ്ക്ക് വലിയ മലീമസമായ ഒരു മേഖലയുണ്ടെങ്കിൽ ആ മേഖലയെപ്പറ്റി ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ മാത്രമാണ് അതിനൊരു പരിഹാരം അല്പമെങ്കിലും ഉണ്ടാവുക. അപ്പം അത് തെറ്റുകാരായാലും ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണല്ലോ. ഈ മന്ത്രിസഭയിലുള്ള ചില പ്രമുഖന്മാരുടെയൊക്കെ പേരുകൾ അതിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് പുറത്തു വരാത്തത് എന്നുള്ള വാദം കൂടെ നടക്കുന്നുണ്ട്. അല്ല, ഊഹാപോഹങ്ങൾക്ക് പരിധിയില്ല. അതിപ്പോൾ എല്ലാ മന്ത്രിമാരുടെയും പേരും അതുപോലെ മുഖ്യമന്ത്രിയുടെ പേരും പ്രതിപക്ഷത്തുള്ള ആളുകളുടെ പേരും ഒക്കെ വേണമെങ്കിൽ അതൊക്കെ കയറ്റി ചർച്ച ചെയ്യാം. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. കാരണം വെറുതെ ഊഹാപോഹങ്ങളോടുകൂടി ഓരോരുത്തരുടെ പേരൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് അതിന് സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരിക്കും വെറുതെ ഇരുന്ന് പറയുന്നത്. പക്ഷെ അത്തരം സ്വാതന്ത്ര്യങ്ങളല്ലല്ലോ ശരിയായിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന് പറയും. അപ്പം അതുകൊണ്ട് ആ വിഷയത്തിൽ നമുക്ക് ഉള്ളൊരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരികയും ഈ മേഖലയിൽ ഇന്ന തരത്തിലുള്ള കുഴപ്പങ്ങൾ നടക്കുന്നുണ്ട്, അത് മേലാൽ ഉണ്ടാകാൻ പാടില്ല എന്ന്
ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടല്ല പ്രശ്നമായത്, അതിൻ്റെ അനുബന്ധ റിപ്പോർട്ടുകളാണ് അല്ലേ? അതെ. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടല്ല നടപടികളുണ്ടായത്, രാജിയുണ്ടായത്, ഒന്നും അല്ല. ഇത് വന്നതിന് ശേഷം കുറേ ആളുകൾ കയറി അങ്ങ് പ്രഖ്യാപിക്കുകയാണ് ഇന്ന ആളുകളൊക്കെ എന്നെ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ നടപടികൾ വരുന്നത് അല്ലേ? സിദ്ദിഖിൻ്റെ കാര്യത്തിൽ സിദ്ദിഖിനെതിരെ കേസൊക്കെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടല്ല. അല്ല, മുകേഷിനെതിരെ ഒരു നടപടിക്കെതിരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടല്ല അല്ല, വെളിപ്പെടുത്തലുകൾ. ഇപ്പോൾ രാജീവിൻ്റെ കാര്യത്തിലായാലും എല്ലാവരുടെയും കാര്യത്തിൽ അതൊക്കെ തന്നെയാണ് സംഭവിച്ചതെന്നാണ് ഞാൻ മനസ്സിലായത്. പക്ഷേ അത് സംഭവിക്കണമെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കണ്ടാവണമല്ലോ. നടക്കണ കാര്യങ്ങളാണല്ലോ പറയുന്നത്. അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും അതത്ര നല്ലതാണ് എന്ന് കേരള സമൂഹത്തിന് ഇപ്പോൾ തോന്നുന്നില്ല. കേരള സമൂഹത്തിന് ഇപ്പോൾ മാത്രമല്ല, മുമ്പും ഇതൊന്നും തോന്നിയിരുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതിനെ കേരളീയ കുടുംബങ്ങൾ അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. നാടകത്തിൽ അഭിനയിക്കുന്നതിനെ അംഗീകരിക്കില്ല. കാരണം അവിടെയൊക്കെ ഈ പറഞ്ഞവരെ ഈ സദാചാര പ്രശ്നങ്ങൾ പ്രബലമായിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ അങ്ങനെ സദാചാര പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം അതൊരു പ്രൊഫഷനാണ്. ആ പ്രൊഫഷനിലെ മറ്റേതൊരു പ്രൊഫഷനിലും ആളുകൾ പങ്കെടുക്കുന്നത് പോലെ പങ്കെടുക്കാനും സ്വതന്ത്രമായി നിൽക്കാനും അതിലിടപെടുന്നതായിട്ടുള്ള വ്യക്തികൾക്ക് ഒരു സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെ സ്പേസ് ഉണ്ടാക്കിയാൽ മാത്രമാണ് നമ്മളുടെ സദാചാരം പോലും ശരിയായിട്ടുള്ള രീതിയിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന നന്നായിട്ട് മാറിത്തീരുള്ളൂ. നമ്മളിപ്പോൾ മലയാളിയുടെ സദാചാരബോധത്തെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള കാഴ്ചപ്പാട് കപട സദാചാരബോധമാണ് എന്നുള്ളതാണ്. കാരണം നമ്മൾ പുറത്തൊക്കെ ഇരുന്ന് നല്ല വാർത്തകൾ നല്ല രീതിയിൽ സംസാരിക്കും, പക്ഷേ നമുക്ക് സൗകര്യം കിട്ടിയാൽ നമ്മൾ ഒളിഞ്ഞു നോക്കാൻ പോകും. അതാണ് പ്രശ്നം. അതാണ് അതിന് കപട സദാചാരബോധം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇടപെടാൻ എല്ലാ ആളുകളും തയ്യാറായിരിക്കും എന്നുള്ളതാണ്. അത് മാറ്റണം. അത് മാറ്റണമെങ്കിൽ നമ്മളുടെ ഒരു ചെറുപ്പകാലത്ത് മുതൽ നമുക്ക് വരുന്ന വിദ്യാഭ്യാസം, നമുക്ക് ലഭിക്കേണ്ട വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതിനനുസരിച്ച് മാറണം. മനുഷ്യരെന്ന് പറയുന്ന ഒരു ഇക്വാലിറ്റിയുടെ അവസ്ഥയിലേക്ക് വന്നാൽ മാത്രമാണ് ഈ സ്ത്രീ പുരുഷ ലിംഗസമത്വം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമായിത്തീരുള്ളൂ. അതങ്ങനെ യാഥാർത്ഥ്യമാക്കിയാൽ മാത്രമാണ് എന്തൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ഒന്നാണ് ഇതിനിടയ്ക്കുള്ള ബന്ധം എന്നുള്ള തോന്നലിൽ നിന്ന് ആളുകളെ മുക്തമാക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതിൽ ലൈംഗിക വിദ്യാഭ്യാസത്തിന് വളരെ വലിയ പ്രാധാന്യമില്ലേ? തീർച്ചയായിട്ടും ലൈംഗിക വിദ്യാഭ്യാസം കൊടുത്ത് മാത്രമേ നമുക്കിത് പരിഹരിക്കാനായിട്ട് കഴിയുള്ളൂ. മാത്രമല്ല ട്രീറ്റ് ചെയ്യുന്നതും അങ്ങനെ തന്നെ ആയിരിക്കണം. അത് സംഭവിക്കുന്നില്ല. അതിപ്പോൾ ഇതിൽ മാത്രമല്ല, ഈ എന്താണ് നമ്മൾ സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് സംസാരിക്കുമെങ്കിലും ഒരിടത്തും അത് നടപ്പിലാകുന്നില്ല. ഇല്ല. എല്ലായിടത്തും പുരുഷാധിപത്യം തന്നെയാണ് നിലനിൽക്കുന്നത്. കുടുംബങ്ങളിൽ അങ്ങനെയാണ്, സ്കൂളിൽ അങ്ങനെയാണ്, കോളേജിൽ അങ്ങനെയാണ്, തൊഴിലിടങ്ങളിൽ അങ്ങനെയാണ്, എല്ലാ മേഖലയിലും അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാറ്റുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായി സമൂഹം ഒത്തൊരുമിച്ച് നിന്ന് മാറ്റിയാൽ മാത്രമേ അതൊക്കെ മാറുകയുള്ളൂ. അങ്ങനെയല്ല നമ്മുടെയൊക്കെ സമൂഹത്തിൻ്റെ ചലനം എന്ന് പറയുന്നത്. അത് വളരെ അപകടം പിടിച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ സ്വാതന്ത്ര്യം കൊടുത്തു തന്നെയായിരിക്കും. ഇപ്പോൾ എന്താണ് നമുക്ക് പാർക്കുകളിൽ, കടപ്പുറങ്ങളിൽ, കാറ്റുകൊള്ളുന്നിടങ്ങളിലൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ അവിടെയൊക്കെ ലൈംഗികമായിട്ട് മോശമായ കാര്യങ്ങൾ ചെയ്യുന്ന ഇടങ്ങൾ തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കടുത്ത സദാചാരവാദികൾ അവരെ തല്ലാനായിട്ട് ചൂലുമൊക്കെ ആയിട്ട് നടക്കുന്ന കാഴ്ച നമുക്ക് കാണേണ്ടതായിട്ട് ഇവിടെയൊക്കെ സംഭവിച്ചല്ലോ. സംഭവിച്ചു. അപ്പോൾ ഇത് എങ്ങനെയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെ അവൻ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ളൊരു നല്ല ഉപാധി എന്ന് പറയുന്നത് ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കുകയും മനുഷ്യൻ എങ്ങനെയാണ് ഈ പുതിയ കാലത്ത് അല്ലെ ആധുനിക കാലത്ത് പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് എന്നതിന് മാതൃക നിർമ്മിക്കുക എന്നുള്ളതാണ്. അങ്ങനെ മാത്രമേ നമുക്ക് അത് മാറ്റിയെടുക്കാനായിട്ട് കഴിയുള്ളൂ. തൊഴിലിടങ്ങളിലേക്ക് ഇപ്പോൾ ഒരുപാട് തൊഴിലിടങ്ങളിലേക്ക് സ്ത്രീകൾ കടന്നു വരുന്നത് വളരെ ക്രമികമായിട്ടുള്ള തോതിൽ ഈ തുല്യത എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മുടെ സമൂഹത്തിലേക്ക് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ലോറി ഓടിക്കുന്ന സ്ത്രീ എന്ന് പറയുന്നത് വലിയ അഭിമാനത്തോടുകൂടി പറയാനായിട്ട് പറ്റുന്നു. ബസ് ഓടിക്കുന്നതായിട്ടുള്ള വനിത എന്നൊക്കെ പറയും. ഇപ്പോൾ റഷ്യൻ റവല്യൂഷൻ നടക്കുന്ന സമയത്ത് അവർ ചെയ്തൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ട്രാക്ടർ ഓടിക്കുന്ന സ്ത്രീയെ അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോജക്റ്റ് ചെയ്ത് കാണിച്ചു. ട്രാക്ടർ ഓടിക്കുന്ന സ്ത്രീ അതൊരു അത്ഭുതമായിരുന്നു. അത് എത്ര വർഷങ്ങൾ 1917 സംഭവിച്ച കാര്യമാണ്. അപ്പോൾ ഈ വനിതകൾക്ക് ഏത് ജോലിയും ചെയ്യാനായിട്ട് കഴിയുന്നു, വനിതകളെ തുല്യതയിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇതിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നോക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ അത് പറഞ്ഞ സമയത്താണ് എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. ഈ മമ്മൂട്ടിയുടെ ഒരു അവാർഡ് ഉണ്ടായിരുന്നു. അതായത് മമ്മൂട്ടി പേഴ്സണലായി കൈരളി ടി വിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു അവാർഡുണ്ട്. അതിൽ ഈ അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാം ഏത് മേഖലയിലായാലും. ആ മേഖലയിൽ ഒരു പ്രാവശ്യത്തെ അവാർഡ് കിട്ടിയത് എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പാണ് തോന്നുന്നു അവാർഡ് കിട്ടിയത്. കോവിഡ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്
ആംബുലൻസ് ഓടിച്ച, അതായത് കേരളത്തിൽ ആദ്യത്തെ സ്ത്രീ ആംബുലൻസ് ഡ്രൈവർ എന്ന് പറയുന്ന കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ദീപ ജോസഫ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. അവർ ഈ പറയുന്ന കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ തവണ രോഗികൾക്ക് വേണ്ടി ഓടുകയും ചെയ്തു. അങ്ങനെ ഒരു റെക്കോർഡിട്ടൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്കാണ് അന്ന് അവാർഡ് കിട്ടിയത്. അപ്പോൾ ആ തരത്തിലേക്ക് ഏത് വാഹനങ്ങൾ, ഇപ്പോൾ ആംബുലൻസ് എന്നൊക്കെ പറയുന്നത് അത്രയ്ക്ക് സ്പീഡ് പോകേണ്ടതാണ്, ആ രീതിയിലേക്ക് വരെ പെൺകുട്ടികൾ എത്തി നിൽക്കുന്നുണ്ട്. പക്ഷേ അവർ തയ്യാറാണ് എത്താൻ, നമ്മളെത്തിക്കാൻ തയ്യാറാവണമെന്ന് മാത്രമേ ഉള്ളൂ. അതെ അതെ. അപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ KSRTCയിലൊക്കെ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുത്തു. കേന്ദ്ര സർക്കാരും അതേപോലെ തന്നെ വനിതകൾക്ക് പല മേഖലകളിലേക്കും ജോലി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അങ്ങനെ മാത്രം ഇത് മാറുകയുള്ളൂ. CRPF വനിതാ വിങ് വരുന്നു മാഷേ, പുതിയ വനിതാ ബറ്റാലിയൻ. അതെ CRPF വേണ്ടിയിട്ട് അത്തരം രീതിയിലുള്ള കാര്യങ്ങൾ നല്ല പരിപാടികളായിട്ട് മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, മിക്സറ്റുമായിട്ടും ഇത് എന്ത് ചെയ്യേണ്ടി വരും, വ്യാപകമാക്കി കൊണ്ടുവരേണ്ടി വരും. അങ്ങനെ കുറേ നാളുകൾ കഴിയുമ്പോൾ അത് ആ വ്യത്യാസം കുറച്ച് ഇല്ലാതാക്കാനായിട്ട് പറ്റും. ഇതൊക്കെ മനസ്സിലാണല്ലോ നമ്മൾ നിർമ്മിക്കുന്നത്. തീർച്ചയായും. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിനകത്ത് നേരത്തെ കൊണ്ടുവന്ന് വെച്ചിരുന്ന ഒരു ഇരിപ്പിടം എന്ന് പറഞ്ഞ സ്ത്രീ എന്ന് പറഞ്ഞ അടുക്കളക്കകത്ത് പുകപിടിച്ച് കിടക്കണം എന്ന് തന്നെയായിരുന്നു. അത് പതുക്കെ മാറി വരുന്നത് ഈ ആധുനിക കാലത്ത് തൊഴിലിടങ്ങളുടെ വർധനവ് തന്നെയാണ്. തൊഴിലിടങ്ങളാണ് ഇതിനെ ശരിയാക്കി എടുക്കാനായിട്ട് കഴിയുന്നൊരു സ്ഥലം എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ്. അവിടെയാണ് ശരിക്കും സമത്വം നമുക്ക് ആദ്യമായിട്ട് കൊണ്ടുവരേണ്ടത്. അങ്ങനെ വന്നാൽ അതപ്പോൾ സിനിമയിൽ സ്വാഭാവികമായിട്ടും വരണം. സിനിമ സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായിട്ടുള്ള രീതിയിൽ അവകാശവും അതേപോലെ തന്നെ സ്വാതന്ത്ര്യവും നൽകണം. അതിനുള്ള ഒരു സമീപനത്തിലേക്ക് പോകാൻ ഹേമ കമ്മിറ്റിക്ക് റിപ്പോർട്ടിനെ കഴിഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഗുണകരമായിത്തീരും. അത് പരസ്യമാക്കേണ്ടതുണ്ടോ ഇല്ലെന്നൊക്കെ ഉള്ളത് അത് തുടങ്ങിയ സമയത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോഡ് ഓഫ് കണ്ടക്റ്റിന് അനുസരിച്ചിരിക്കും. അതവർ അതിനനുസരിച്ച് ചെയ്യട്ടെ. പക്ഷേ എന്തായാലും അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഈ മേഖലയിൽ ഒരു തുറവി ഉണ്ടാക്കുക, ഒരു ഓപ്പൺനെസ് ഉണ്ടാക്കുക, അവിടെ രഹസ്യ ഇടങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും.